എല്ലാവരും കാത്തിരുന്ന അതല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനവുമായിട്ടാണ് അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എത്തിയത്. അതെ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് അൻവർ വ്യക്തമാക്കി. കേരളത്തിലുടനീളം ആളുകളുള്ള പ്രവർത്തകരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ രൂപീകരിക്കാൻ പോകുന്നതെന്നും അടുത്തു വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രമിക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു അൻവർ പറഞ്ഞത്. അൻവറിന് ഇതിനു മാത്രം ധൈര്യവും പിന്തുണയും നൽകുന്ന നേതാക്കന്മാർ ആരെങ്കിലും അൻവറിനൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി ആരും ഇല്ല എങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന രീതിയിലാണ് അൻവർ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ അൻവറിന് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കും ഇതുപോലൊരു പാർട്ടി രൂപീകരണത്തിന് വേണ്ടി അൻവർ തുനിഞ്ഞിട്ടുണ്ടാവുക. ഒരുപക്ഷെ കേരളം പോലൊരു സ്റ്റേറ്റിൽ വെറും 4 കോടിയോളം ജനങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ആവശ്യത്തിൽ കൂടുതലും രാഷ്ട്രീയ പാർട്ടികൾ പുതിയതും പഴയതുമായി ഉള്ളപ്പോൾ മാണിയെ പോലെയോ പിള്ളയെ പോലെയോ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി അതിലൂടെ തിളങ്ങാമെന്ന വ്യാമോഹം മാത്രമായിരിക്കും അൻവറിന് ഉണ്ടാവുക എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയും തന്നെ വരുന്നുണ്ട്. ഒരുപക്ഷെ അൻവർ എന്ന തീപ്പൊരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യം തന്നെയാണ്. എന്തിനേയും ഏതിനേയും ചൊടിപ്പിക്കുന്ന രീതിയിൽ, എന്തിനേയും ഏതിനേയും ഭയക്കാത്ത രീതി, എവിടെയും എന്തും തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് ഒന്നുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും യുവാക്കളെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ സാധിച്ചത്. തൻ്റെ പാർട്ടിയിലേക്ക് യുവാക്കൾ ഒഴുകിയെത്തുമെന്ന് യുവാക്കളിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്നും ഇതൊരിക്കലും അവസാനിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാണ് താൻ പാർട്ടിയുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന രീതിയിലൊക്കെയും അൻവർ പറഞ്ഞിരുന്നു. എന്തു തന്നെയായാലും വരും നാളുകളിൽ യുവാക്കൾ അൻവറിനെ പൊതിയുമോ അതോ ഒരുപക്ഷെ അൻവറിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ തീർക്കുന്നത്. ഒരുപക്ഷെ അൻവർ പാർട്ടി ഉണ്ടാക്കുകയും അതിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തി തെളിയിക്കാൻ സാധിക്കുകയും ചെയ്താൽ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെയും തന്നെ UDFന്റെ ഭാഗമാവാൻ കഴിയും എന്ന രീതിയിൽ ആയിരിക്കും ഒരുപക്ഷെ അൻവർ ഇതിനൊക്കെയും തന്നെ തുനിയുന്നതും. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഉറച്ചതാണെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും നല്ല സമയവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. ഒരുപാട് സഖാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒരുപാട് പേർ എന്നൊപ്പം വരാൻ തയ്യാറാണെന്നുമുള്ള രീതിയിലൊക്കെയും തന്നെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. എന്തു തന്നെയായാലും വരും നാളുകളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും അതിന്റെ പേര് മറ്റ് വിവരങ്ങളൊക്കെയും തന്നെ പുറത്തുവിടും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അൻവർ എന്ന തീപ്പൊരിക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ അതോ ഇല്ലയോ എന്ന്.